ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ CBZ എക്സ്ട്രീമാണ് വണ്ടി. നമുക്ക് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ എഞ്ചിൻ ഓയിൽ മാറണം, അതേപോലെ തന്നെ സൗണ്ട് ചെക്കപ്പ്, അതായത് സൈലൻസറിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ സൗണ്ട് ഉണ്ട്, ഫ്രണ്ട് വൈസറിൻ്റെ ഭാഗത്ത് നിന്ന് സൗണ്ട് ഉണ്ട്, പിന്നെ ചെയിൻ ലൂബ് ചെയ്യണം, പ്ലഗ് ക്ലീനിങ്, കോൺസെറ്റ് ടൈറ്റ്, എത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് കേട്ടോ. അപ്പോൾ ചെയിൻ്റെ കേസൊക്കെ ഓക്കെ ആണ്, ചെയിൻ ടൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ചെയിൻ ലൂബ് ചെയ്യാനുണ്ട് നമുക്ക്. ഇതിൻ്റെ ബ്രേക്ക് ബാക്കിലത്തെ കുറവുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. അതിൻ്റെ ഈ മാസ്റ്റർ യൂണിറ്റൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. തന്നെയല്ല ഈ ഫുട് റെസ്റ്റിൻ്റെ ബ്രാക്കറ്റുമ്പോൾ ബ്രേക്കിൻ്റെ പെടലൊക്കെ അത്യാവശ്യം നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. കാളിപ്പർ അസംബ്ലിയുടെ ഇവിടെയും എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ മൊത്തം ഷെയ്ക്കിങ് കാണുന്നുണ്ട്. നിലവിൽ ഈ കംപ്ലൈൻ്റ് ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് നമ്മൾ ഇൻഫോം ചെയ്തെന്നുള്ളൂ കേട്ടോ. ബ്രേക്ക് ഫ്ലൂയിഡ് കുറവായിരുന്നു, അത് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ, ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാർട്ടിനേഴ്സ് പറഞ്ഞിട്ട് എഞ്ചിൻ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സൈലൻസറിൻ്റെ ഈ ഷീൽഡിൻ്റെ ഉള്ളിൽ തന്നെ ക്ലാമ്പ് പോയിരുന്നതാണ്, അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ റബ്ബർ ബുഷ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. റബ്ബർ ബുഷൊക്കെ ഓൾറെഡി പൊട്ടി ചതഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫൈബർ ബുഷ് വെച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് ആ കംപ്ലൈൻറ്റ് വരില്ല. പിന്നെ ഫ്രണ്ടിലത്തെ വൈസറിൻ്റെ ഭാഗത്താണ്, വൈസറിൻ്റെ ഉള്ളൊക്കെ ഫുള്ള് ഏകദേശം ഹെഡ്ലൈറ്റിൻ്റെ ഭാഗമൊക്കെ പൊട്ടിയിരിക്കണേ. അപ്പോൾ ഞാനതിൻ്റെ വൈസർ അഴിച്ചായിരുന്നു. അതിൻ്റെ ഇവിടെ ഈ പറഞ്ഞ സ്ക്രൂ ചെയ്യണ ഭാഗം ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. ഈ ഭാഗം സ്ക്രൂവിൻ്റെ അടിഭാഗം പൊട്ടിയിരിക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ അങ്ങനെ പൊട്ടിയിരിക്കണേ. അപ്പോൾ തൽക്കാലത്തേക്ക് വലിയ ശബ്ദം ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് സെറ്റ് ആക്കാം. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ കോൺസെപ്റ്റ് ചെറിയൊരു അടിയുണ്ട്, അത് നമുക്ക് തൽക്കാലം ടൈറ്റ് ചെയ്ത് തരാം. അത്രയും കേസാണ് പറഞ്ഞത്. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. ഏകദേശം ഒരു 2 മണിക്ക് ശേഷമാണ് നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഞാൻ വിളിച്ചറിയിക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 മണിക്ക് ശേഷം ബില്ലാക്കാം.